പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച് യയാതി എന്ന ഏകനാടകം കൊല്ലത്തിന്റെ അരങ്ങിലെത്തി. ലയ തരംഗ് സൂര്യ പരിപാടിയുടെ ഭാഗമായി സോപാന ഓഡിറ്റോറിയത്തിലാണ് നാടകം അരങ്ങേറിയത്. മാതൃഭൂമി ന്യൂസ് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ദിവിഷ് മണിയാണ് യയാതിയായി വേഷമിട്ടത്. മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ കെ മധുവാണ് രചന. AK സുജിത് സംവിധാനം നിർവഹിച്ച ഈ ഏകാംഗ നാടകത്തെ പ്രേക്ഷകർ കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. നിങ്ങളുടെ പ്രാണനല്ല ഞാൻ ചോദിച്ചത്. പിന്നാലെ വരുവാൻ അമ്മേ ഒന്ന് പറഞ്ഞൂടെ അച്ഛനോട് എന്തിനായി പരിപാടി? ആളുകൾ പലതും പറയും. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ മനുഷ്യരിലും ഉള്ളതാണ് യയാതി എന്നൊരു സങ്കല്പം. അത് നമ്മളെല്ലാവരും ഇങ്ങനെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെയും ഇഷ്ടങ്ങൾക്ക് പിന്നാലെയും പായാണ്. അപ്പോൾ ആ പാഞ്ഞടക്കുന്നതിനിടയിൽ പലതും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാകും, അല്ലെങ്കിൽ എന്താണ് നമ്മളെന്ന് ശരിക്കും പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ആ പഴയ യയാതി എങ്ങനെയാണ് ചെറുപ്പത്തിലേക്ക് വന്നതും ഇന്ന് മനുഷ്യരുള്ള യയാതിയുടെ മാനസികാവസ്ഥയിലേക്കുള്ളൊരു സഞ്ചാരമാണ് ഈ നാടകം. 50 മിനിറ്റ് നീളുന്ന ഏകപാത്ര നാടകം. കെ മധു ആണ് എഴുതിയത്. അപ്പോൾ 2 കാലങ്ങളെ അവതരിപ്പിക്കുന്നതാണ്, പഴയ കാലം, പുതിയ കാലത്തെ മനുഷ്യർ. അത് പരമാവധി ആളുകൾക്ക് കാണാൻ ഇമ്പമുള്ള നിലയിൽ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. ഇത് 4ാമത്തെ അവതരണമാണ് യയാതിയുടെ. മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇടയിലുള്ള ഒരു ഇഷ്ടം അതിങ്ങനെ തുടരുക.